നമ്മുടെ ഫാൻസിയാണ്. ഫാൻസി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 2022 ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കടന്നു വന്നു. ഞാനിവിടെ കടന്നു വരുമ്പോൾ എനിക്ക് ഏകദേശം 14 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡിന് ജോലിയില്ല, 3 പെൺകുട്ടികൾ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നീ എങ്ങനെ എന്തുദ്ദേശത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേന്നൊക്കെ. അന്ന് ഭയങ്കര വാശിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അങ്ങനെ ആവുമല്ലോ. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കും. പക്ഷെ എന്നിരുന്നാലും ആരും പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റണില്ല, ആരോടും സ്നേഹിക്കാൻ പറ്റണില്ല, എല്ലാവരോടും വെറുപ്പ്. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ സ്റ്റോളിൽ ചാർജ് എടുത്ത് ശുശ്രൂഷയ്ക്ക് കയറിയതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായി എനിക്ക് വയ്യാതെയായി. കയ്യിൽ ഷോൾഡർ വേദന, ബ്രസ്റ്റിൽ വേദന, അങ്ങനെയൊക്കെയായി. ഞാൻ അമല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. ഏകദേശം ഏപ്രിൽ 1-ാം തീയതി ഞാൻ ഇവിടെ ജോലിക്ക് കയറി. മെയ് 1-ാം തീയതി തൊട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കയറി തുടങ്ങി. മെയ് 27-ാം തീയതി ആയപ്പോൾ എനിക്ക് അസുഖം കൺഫേമായി. 3 ബയോപ്സിയും കഴിഞ്ഞു, 1 സർജറിയും കഴിഞ്ഞു. ലിംഫോമ ക്യാൻസർ 4th സ്റ്റേജ്. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കീമോ ഒന്നും ചെയ്യണ്ട, ഇതിങ്ങനെ പോയിക്കോട്ടെ, നടക്കും വരെ നടക്കാം, ലാസ്റ്റ് ചെയ്യാമെന്ന്. അതും കേട്ട് ഇവിടെ വന്നു. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇവിടെ ആയതുകൊണ്ടായിരിക്കാം അസുഖം പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റി. പക്ഷെ എല്ലാവർക്കും എൻ്റെ നേരെ പിന്നെയും ഇതായി. 3 പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. പക്ഷേ അത് ദൈവാനുഗ്രഹമായി. അസുഖം കൺഫേം ആയതിൻ്റെ പിന്നാലെ 13 സെൻറ്റ് സ്ഥലം ജപ്തിയിൽ കിടന്നിരുന്നു. അത് വിറ്റു. 14 ലക്ഷം രൂപ കടബാധ്യത തീർന്നു. പക്ഷേ കടം തീർന്നു, എല്ലാം സ്വസ്ഥം. വീടില്ല, വാടക വീട്ടിലാണ്. പക്ഷേ അതിൻ്റെ പിന്നാലെ ഹസ്ബൻഡിന് ജോലി കിട്ടി ഗൾഫിൽ. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ അവിടെ ചിറ്റിശ്ശേരിയിൽ തന്നെ എനിക്ക് ദൈവം സ്ഥലം ഒരുക്കി. ഞാൻ പട്ടത്തച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറയും, മോളെ ദൈവം ശരിയാക്കും, ഒരുക്കി തരുന്നു. 3 സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വാങ്ങിക്കാമെന്ന് കരുതി ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ എല്ലാം ഉള്ളേരിയകളിലായിരുന്നു, വീട് പണിയാൻ ബുദ്ധിമുട്ട്. അച്ഛൻ പറഞ്ഞു, റോഡ് സൈഡിൽ ദൈവം നിനക്ക് സ്ഥലം ഒരുക്കുന്നുണ്ടെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. പിന്നീട് അതിൻ്റെ പുറകെ പോയില്ല. കയ്യിലൊന്നില്ലാതെ റോഡ് സൈഡിൽ സ്ഥലം നോക്കാൻ പറ്റില്ലല്ലോ. ദൈവം ഒരുക്കും, അത് വിശ്വസിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ദൈവം റോഡ് സൈഡിലെ 3 സെൻറ്റിന് പകരം 5 സെൻറ്റ് സ്ഥലം കോൺവെൻറ്റിൻ്റെ കീഴിൽ സ്പോൺസറായി എൻ്റെ പേരിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. യേശുവേ നന്ദി. അതിനുശേഷം വീട് വയ്ക്കണം. അച്ഛൻ പറഞ്ഞു, വിശ്വസിക്കുക, ഇത്രയും ദൈവം ചെയ്തില്ലേ, ദൈവം തരും. പ്രാർത്ഥിച്ചു. ജോയാലിക്കാസിൽ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. അവിടെയുള്ള സിസ്റ്റേഴ്സ് അപേക്ഷ വെച്ചപ്പോൾ അവരത് നിർത്തി വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പിന്നീട് അതിൻ്റെ പുറകെ പോയില്ല. നമ്മൾ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ നിന്ന് പിന്നീട് ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ഫോൺ വന്നു, നിനക്ക് വീട് പാസ്സായിട്ടുണ്ട്, ആധാരത്തിൻ്റെ കോപ്പിയും എല്ലാം കൊണ്ട് ചെല്ലാനായിട്ട്. അവിടെ പോയി. ഇപ്പോൾ 5 മാസം കൊണ്ട് 500 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ വീട്. പട്ടത്തച്ഛൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, 500 പോരോ മോളെ, 3 പെൺകുട്ടികളല്ലേ, 950 പ്ലാൻ വരയ്ക്കാൻ. 950 ഞാൻ പ്ലാൻ വരച്ചു. 5 രൂപ കയ്യിലില്ലാതെ ഈ വീട് എങ്ങനെ പൂർത്തിയാകുമെന്നറിയില്ല. ആലിക്കാസിൻ്റെ 500 സ്ക്വയർ ഫീറ്റൊക്കെ, ബാക്കിയുള്ളത് അറിയില്ലായിരുന്നു. പക്ഷേ വെറും 4 മാസം കൊണ്ട് 500 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത് 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും ഹാളും എല്ലാ സൗകര്യങ്ങളും ചുറ്റുമതിലോടെ കൂടെ ഗേറ്റും വെച്ച് ഇന്ന് പണി പൂർത്തിയായി. ഏപ്രിൽ 27-ാം തീയതി വെഞ്ചിരിപ്പം കഴിഞ്ഞു. അതും പട്ടത്തച്ഛൻ തന്നെ. വികാരിയച്ഛനൊന്നും ഒഴിവുണ്ടായിരുന്നില്ല, കുർബാന സ്വീകരണമായിരുന്നു. അപ്പോൾ ഈ അസുഖം വന്നത് വലിയൊരു ദൈവാനുഗ്രഹമായി കണക്കാക്കുന്നു. ഇന്നും അതിനോടൊരു ടെൻഷനും ഇല്ല. അതിനുവേണ്ടി പ്രത്യേക ട്രീറ്റ്മെൻറ്റിന് ഞാൻ പോയിട്ടുമില്ല. ചെക്കപ്പുകൾ നടക്കുന്നു. വലിയൊരു ദൈവാനുഗ്രഹം കുടുംബത്തിന് ചെയ്ത ജെറുസലേം നാഥനും അമ്മയ്ക്കും ഒരുപാട് നന്ദി.